ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഈ ഫുൾ മൂണിന് ശേഷമോ അല്ലെങ്കിൽ അതിന് അടുത്തോ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത് എന്ന് നോക്കാം നമുക്ക്. ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഫുൾ മൂണിന് അടുത്തോ അല്ല എങ്കിൽ അതിന് ശേഷമോ സെലിബ്രേഷൻ ഉണ്ടാകും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് കിട്ടുവാൻ വേണ്ടി ആരുടെയെങ്കിലും സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ആരെങ്കിലും ഒരു വ്യക്തി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് വരും. ആരെങ്കിലും നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലോ ആരെങ്കിലും നിങ്ങളെ ഓരോ കാര്യങ്ങൾ ഉപദേശിക്കുന്നുണ്ടെങ്കിലോ നിങ്ങൾ അവരുടെ വാക്കുകൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക. അതായത് നിങ്ങൾക്ക് തോന്നും ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് കിട്ടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ ഗൈഡൻസ് നിങ്ങൾ കേൾക്കുക. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എങ്കിൽ അതിനുള്ള ഒരു പരിഹാരം അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ്. ഫുൾ മൂണിന് ശേഷം പല കാര്യങ്ങളും നിങ്ങളുടെ ഫേവറിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ നിങ്ങളുടെ മേൽ എന്തെങ്കിലും വലിയ ഒരു ആരോപണമുണ്ട് എങ്കിൽ അത് മാറുന്നു. കൂടാതെ നിങ്ങളുടെ ലൈഫിൽ ദുഷ്ടത കാണിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നിങ്ങളിൽ നിന്ന് റിലീസായി പോകുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും എന്തെങ്കിലും പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ടത ഉള്ള വ്യക്തികൾ, അങ്ങനെയുള്ള വ്യക്തികളുടെ യഥാർത്ഥ മുഖം എന്താണോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ മുന്നിൽ അവർ വളരെ ചിരിച്ചായിരിക്കും നിൽക്കുന്നത്. നിങ്ങൾക്കറിയത്തില്ല ഇവർ നിങ്ങളോട് ദേഷ്യം വയ്ക്കുന്നതായിട്ട്. നിങ്ങൾ ഇവരോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നു, സംസാരിക്കുന്നു. പക്ഷേ ഈ ഒരു ഫുൾ മൂണിന് ശേഷമോ അല്ലെങ്കിൽ ഫുൾ മൂണിനടുത്തോ നിങ്ങൾക്ക് അവരുടെ യഥാർത്ഥ മുഖം മനസ്സിലാക്കാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഏതോ ഒരു വ്യക്തിയുണ്ട്. അങ്ങനെയുള്ള വ്യക്തി ഒന്നുകിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിലീസായി പോകും, ഇല്ല എങ്കിൽ അവരുടെ സത്യം നിങ്ങളുടെ മുന്നിൽ വരും. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഇമേജിനെ കുറിച്ച് പുറമേയുള്ള ലോകത്തിൽ വളരെ മോശം ഇതായിട്ടാണ് നിങ്ങളുടെ ഇമേജ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സത്യാവസ്ഥ നിങ്ങളുടെ മുന്നിൽ വരും. അപ്പോൾ ഈ ഒരു ഫുൾ മൂണിൽ നിങ്ങളുടെ മേൽ ആരെങ്കിലും എന്തെങ്കിലും മോശം ആരോപണം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് മാറുന്നതാണ്. ഈ ഒരു ഫുൾ മൂൺ എന്ന് പറയുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരുടെ മേലാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങളുടെ ലക്കി നമ്പർ 7 ആണെങ്കിലോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചേർത്ത് വരുമ്പോൾ 7 കിട്ടുന്നുണ്ടെങ്കിലോ ഇല്ല എങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു നമ്പർ 7 മന്താണോ നിങ്ങൾ ജനിച്ചത്, ഇത് 7 ആയിട്ട് ബന്ധമുണ്ട് എങ്കിൽ നിങ്ങൾ ഈ കാണുന്ന ആൾക്കാർ അവരുമായിട്ട് കൂടുതൽ ഈ ഒരു എനർജി റെസൊണേറ്റ് ആകും. ഇവിടെ ഒന്ന് ഹാപ്പിനെസ്, അതായത് ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. 2 നിങ്ങളുടെ ദുഃഖം അവസാനിക്കും. അതായത് സമൂഹത്തിൽ നിങ്ങളെ മോശമായിട്ട് പറഞ്ഞവർ നിങ്ങളിൽ വിട്ട് പോകും. നിങ്ങൾ എൻസൈറ്റിയിൽ നിന്ന് പുറത്തു വരുവാനുള്ള ആ ഒരു സമയം ആയിരിക്കുകയാണ്. സന്തോഷത്തിൻ്റെ വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. ഇനി സന്തോഷത്തിൻ്റെ സമയമാണ് എന്നാണ് നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് പറയുന്നുണ്ട്. അതായത് എനിക്ക് ലൈഫിൽ സന്തോഷം വരാൻ പോകുന്നു, എൻ്റെ ലൈഫിൽ വലിയൊരു ചേഞ്ച് വരാൻ പോകുന്നു, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെ നിങ്ങളോട് പറയുന്നുണ്ട്. ഒരു ഡിവൈൻ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് തന്നു കഴിഞ്ഞു. ഒന്നുകിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ സ്വപ്നത്തിലൂടെയോ എന്തെങ്കിലും നമ്പേഴ്സിലൂടെയോ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് ഡിവൈൻ തന്നിട്ടുണ്ടാകും. ഇവിടെ എന്തോ ഒരു ചെറിയ രീതിയിലുള്ള സംസാരം നിങ്ങൾക്കൊക്കെ എവിടെ നിന്നോ ലഭിച്ചു. അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു നിങ്ങളുടെ മേൽ ന്യായം നടക്കാൻ പോകുകയാണ് എന്ന്. ഇത്രയും നാൾ നിങ്ങളുടെ മേൽ അന്യായമാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇനി എൻ്റെ മേൽ ന്യായമാണ് നടക്കാൻ പോകുന്നത്. ഞാൻ ഇത്രയും കാലം വിഷമം സഹിച്ചു, ഇനി എനിക്ക് ന്യായം ലഭിക്കാൻ പോകുകയാണ് എന്ന് ചെറിയൊരു സൂചന നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ആ പറഞ്ഞ വ്യക്തിയുടെ ആ വാക്കുകൾ നിങ്ങൾ പക്ഷേ വളരെ സീരിയസ് ആയിട്ട് എടുത്തില്ല. ആ വ്യക്തിയോട് കൂടുതൽ നിങ്ങൾ സംസാരിച്ചതുമില്ല അതിനെക്കുറിച്ച്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയുന്നുണ്ട്. ഇവിടെ ഏതൊരു വ്യക്തി വളരെ ഗിൽറ്റിലോട്ട് പോവുകയാണ്. കാരണം നിങ്ങളുടെ ലൈഫിൽ അവർ തെറ്റ് കാണിച്ചു. അതിൻ്റെ പകരമായിട്ട് അവരുടെ ലൈഫിൽ അവർക്ക് വലിയ ഒരു വിലയാണ് കൊടുക്കേണ്ടി വന്നത്. അവരുടെ ലൈഫ് വളരെ മോശമായ അവസ്ഥയിൽ കൂടെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ വ്യക്തി ഏറ്റവും കൂടുതൽ ഗിൽറ്റ് അനുഭവിക്കുന്നത് ഞാൻ എൻ്റെ ലൈഫിനെ സ്പോയിൽ ചെയ്തല്ലോ എന്നാണ് ആലോചിച്ച് വിഷമിക്കുന്നത്. കാരണം നിങ്ങളുടെ ലൈഫിനെ സ്പോയിൽ ചെയ്യാൻ പോയിട്ട് അവരുടെ ലൈഫാണ് സ്പോയിലായത്. നിങ്ങൾ നല്ല മനസ്സുള്ളൊരു വ്യക്തിയായതുകൊണ്ട് ഭഗവാൻ നിങ്ങളെ സംരക്ഷിച്ചു. ഇവിടെ ഒരു വ്യക്തി സമയത്തെ എങ്ങനെയാണ് വിനിയോഗിച്ചത്, ആ ഒരു സമയത്തിൻ്റെ ആ ഒരു പരിണിത ഫലം ഇവർക്ക് ലഭിക്കാൻ പോവുകയാണ്. അതായത് മോശമായിട്ടാണോ വിനിയോഗിച്ചത് അതെങ്കിൽ നല്ലതായിട്ടാണോ വിനിയോഗിച്ചത്, നല്ലതായിട്ട് വിനിയോഗിച്ചതെങ്കിൽ അതിൻ്റെത് നല്ലതായിരിക്കും, മോശമായിട്ടാണ് വിനിയോഗിച്ചതെങ്കിൽ അതിൻ്റെ പരിണിത ഫലം മോശമായിരിക്കും. അപ്പോൾ ഈ ഒരു വ്യക്തി ഇപ്പോൾ ഫേസ് ചെയ്യുന്നത് മോശമായിട്ടുള്ള ഒരു പരിണിത ഫലമാണ്. കാരണം നിങ്ങളുടെ ലൈഫിൽ ആവശ്യമില്ലാതെ ഇടപെട്ട് നിങ്ങളുടെ ലൈഫിനെ സ്പോയിലാക്കി.
ഇവിടെ നിങ്ങൾ നല്ല കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ സമയത്തിനെ നല്ല രീതിയിൽ വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലൊരു ബലം തരുന്നതാണ്. ഇനി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലായിക്കൊള്ളട്ടെ ഇല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലൈഫിലായിക്കൊള്ളട്ടെ നല്ലൊരു ബാലൻസ് ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ മോശമായിരിക്കാം, പക്ഷേ വിഷമിക്കരുത്. കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഫേവറായിട്ട് ആകുന്നതാണ് വരാൻ പോകുന്ന സമയം. ഫുൾ മൂണിന് ശേഷമോ ഫുൾ മൂണിനടുത്തോ നിങ്ങൾ ഏതെങ്കിലും ധാർമ്മിക സ്ഥലത്ത് പോകും എന്ന ഏതൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി വെല്ലുവിളികൾ തന്നിട്ടുണ്ട്. ആ ഒരു വെല്ലുവിളിയെല്ലാം നിങ്ങൾ വളരെ സമാധാനത്തോടെയാണ് നേരിട്ടത്. കാരണം ഇതല്ലാതെ വേറെ ഓപ്ഷൻ നിങ്ങളുടെ കയ്യിലില്ലായിരുന്നു. അവർ ഓരോ വെല്ലുവിളികൾ തരും, നിങ്ങളത് മിണ്ടാതെ നേരിട്ടുകൊണ്ടേയിരുന്നു. ഈ ഒരു വ്യക്തി ഏത് രീതിയിലാണോ നിങ്ങൾക്ക് മാനസിക സംഘർഷം തന്നത്, ആ ഒരു സംഘർഷങ്ങളെല്ലാം നിങ്ങൾ അനുഭവിച്ചു. പക്ഷേ ഇനിയാണ് ഇവർ അനുഭവിക്കാൻ പോകുന്നത്. കാരണം നിങ്ങൾ നിങ്ങളുടെ ജീവിതം പുതിയ രീതിയിൽ തുടങ്ങും, പക്ഷേ ഇവരെ ഫുൾ മൂൺ ഒരിക്കലും വിടാൻ പോകുന്നില്ല. അതായത് ഇവർക്ക് ഇവരുടെ യുടെ ആ ഒരു കാര്യത്തിൽ വിശ്വാസമുണ്ടാകും. ഞാൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എന്നുള്ള തോന്നൽ ഇവർക്കുണ്ടാകും. ഒറ്റയടിക്ക് ഇവർക്ക് ഇവരുടെ വീട്ടിലെ ആ ഒരു സാഹചര്യം, വർക്ക് പ്ലേസിലെ സാഹചര്യം, അതൊക്കെയാണ് ഒറ്റയടിക്ക് മോശമാവാൻ പോകുന്നത്. ഹെൽത്തിലും എന്തെങ്കിലും മോശം വരും. കാരണം എന്തെന്ന് വെച്ചാൽ സമയത്തിന് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ടെൻഷൻ തരും ഇവർക്ക്. സമയം എത്ര ഉണ്ടായിട്ടും ഇവരുടെ ആ ഒരു ടെൻഷൻ കാരണം ഒന്നും നല്ലതായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. എപ്പോഴും ഭയങ്കര ടെൻഷനായിരിക്കും ഇവർക്ക്. നിങ്ങൾ എന്തായാലും ധാർമ്മികമായിട്ടുള്ള എവിടെ പോയാലും നിങ്ങളുടെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ ഷോ ചെയ്യണം. അതായത് നിങ്ങളുടെ ആ ഒരു ശത്രുക്കളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിലീസാക്കി കളഞ്ഞതിന്. നിങ്ങളുടെ ബന്ധത്തിലുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറി നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് വരുന്നതാണ്. അതായത് ഫാമിലി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ബാലൻസ് വരുന്നതാണ്. നിങ്ങളെപ്പോഴും നിങ്ങൾക്ക് വേണ്ടി നല്ലത് മാത്രം പറയുക, പോസിറ്റീവായിട്ട് മാത്രം പറയുക. എൻ്റെ ജീവിതത്തിലെല്ലാം നല്ലതാണ് സംഭവിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ അബണ്ടൻസ് ഞാൻ അട്രാക്റ്റ് ചെയ്യുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ സമൃദ്ധി അട്രാക്റ്റ് ചെയ്യുകയാണ്, നല്ല ബന്ധങ്ങൾ എന്നെ തേടി വരുന്നു, മറ്റുള്ളവർ എന്നെ ഇഷ്ടപ്പെടുന്നു, അതേപോലെ ഞാനും അവരെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ നല്ലത് മാത്രം പറയുക. നിങ്ങൾ ഫസ്റ്റ് നിങ്ങളെ ഇംപ്രസ് ചെയ്യുക. നിങ്ങളുടെ വീട്ടിലെ കണ്ണാടിക്ക് മുന്നിൽ നോക്കി നിങ്ങളെ കൊണ്ട് സാധിക്കും, എൻ്റെ ലൈഫിലെല്ലാം നല്ലതാണ് സംഭവിക്കുന്നത് കോൺഫിഡൻസോടെ പറയുക. നിങ്ങളാദ്യം നിങ്ങളെ ഇംപ്രസ് ചെയ്യുക, എന്നിട്ടും നിങ്ങൾ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ പോവുക. എന്ത് സ്ഥിതി ആയിക്കൊള്ളട്ടെ, കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കും. ഏത് സിറ്റുവേഷനായാലും ഫേസ് ചെയ്യാൻ പറ്റും. നമുക്കുള്ളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. അതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ഒരു ഫുൾ മൂണിന് ശേഷം നിങ്ങൾ തീരുമാനമെടുക്കും, എനിക്കിനി സ്റ്റക്കായിട്ടിരിക്കാൻ പറ്റത്തില്ല, എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം എനിക്ക് കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ എന്ന്. എപ്പോഴും ചിന്തിക്കാറുണ്ട്, നിങ്ങൾക്ക് നല്ല ഒരു സാഹചര്യം ലഭിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിനെ എന്ന്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നടക്കാൻ പോവുകയാണ് ഒരു ഫുൾ മൂണിന് ശേഷം. നിങ്ങളുടെ ആ ഒരു ലൈഫിൽ ബാലൻസ് വരും. നിങ്ങളുടെ ഫിനാൻഷ്യൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും ഫാമിലി ലൈഫിലും എല്ലാത്തിലും ഒരു ബാലൻസ് വരുന്നതാണ്. പിന്നീട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യം. ഫുൾ മൂണിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആയിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയണേ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.